വധശ്രമം നടന്നതെന്നായിരുന്നു ഏത് തീയതി ആ പേപ്പറിൽ കറുത്ത തൊപ്പിയും ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ചായക്ക് തീയെ കൊണ്ട് ഇടാൻ ഭാവിച്ചതേ ഉള്ളൂ. അപ്പോഴേ തന്നെ അവരെ ചോദ്യം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ചായ ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചാമ്പലുമായിരുന്നത് അവർ കണ്ടില്ല, പക്ഷേ തീ പറ്റിച്ചില്ലല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചായ ആയില്ല, കുറച്ച് താമസം വരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ വീണ്ടും ഇവിടുന്ന് ദൂരോട്ട് മാറി നിന്ന് തമ്മിൽ രഹസ്യമായിട്ട് തമ്മിൽ എന്തോ സംസാരിച്ചിട്ട് വീണ്ടും ഇവരെന്നെ തുടർന്ന് എൻ്റെ അടുത്തോട്ട് അടുത്തപ്പോൾ ഭാര്യയ്ക്ക് ഡൗട്ട് തോന്നി അവളും കൂടെ ഇറങ്ങി വന്നപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ മേലായി. അങ്ങനെ അവർ തിരിച്ച് ഇതിലേ പോയി ആ സൈഡിൽ കൂടെ മാറി ഇതിൻ്റെ പെരുമ്പറത്തൂടെ ഇവർ ഈ കാളനിയിലേതോ ഒരു വീട്ടിലാണ് ഇവർ തലയ്ക്കുന്ന ദിവസം തങ്ങിയിട്ട് ഒരു കൂടാരം നടത്തിയിട്ട് ഇത് ചെയ്യാൻ കാരണം. അങ്ങനെ അവർ പിന്നെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഭാര്യപ്പിള്ളൊക്കെ സാധനം മേടിക്കാൻ പോകുമ്പോഴൊക്കെ എൻ്റെ കൂടെ അവർ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തായിരുന്നാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവർ. അപ്പോൾ വീണ്ടും തുടർന്ന് എനിക്ക് ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുകളിലോട്ടൊക്കെ പരാതി അയക്കാനുള്ള പരിപാടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വർക്കല പോലീസിൽ നിന്ന് എനിക്ക് വളരെ സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ രാത്രി കാലങ്ങളിലൊക്കെ രഹസ്യമായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയും അങ്ങനെ സംശയങ്ങളുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എനിക്കെന്ത് സംഭവിക്കാമെന്നുള്ള ഒരു ഭയപ്പാട് എനിക്കുള്ളിലുണ്ട്. അത് ഞാൻ കോവൂർ മുത്താന ലക്ഷം കൺവീനർ വീണ്ടും അവർ ബൈക്കിൽ അർദ്ധരാത്രിയൊക്കെ ഈ കാളനി സന്ദർശിക്കാറുണ്ട്. രണ്ടും കെട്ട സമയത്തൊക്കെ കാളനിൽ ഇങ്ങനെ സന്ദർശിക്കുക, അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ ഈ കാളനിയിൽ ആളുണ്ട്. നിങ്ങൾക്ക് വേറെ ഇവരുമായിട്ട് വിരോധം? യാതൊരു വിരോധമില്ല, ഇതേ ഉള്ള വിരോധം. അവരുടെ സംശയം ഞാൻ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. ഇവർ ആദ്യം 2, പിന്നെ 3 പേര്, പിന്നെ ഈ രണ്ടാമത്തെ ട്രിപ്പ് ഇവർ 3 പ്രാവശ്യം ഇവിടുത്തെ വധിക്കാൻ വന്ന തന്നെ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് എൻ്റെ ഭാര്യ ഇറങ്ങിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. 3ാമത്തെ പ്രാവശ്യം ഇവർ വന്നപ്പോൾ അവിടെ ഒരു ജീപ്പ് കൊണ്ടുവന്ന് പറഞ്ഞു അവർ പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയന്ന് മാറിക്കളഞ്ഞു. 3ാമത് വന്നപ്പോൾ ഇവർ ആട്ടോ അവിടെ വന്ന് നിന്നപ്പോൾ ആട്ടോ പോലീസാണ് ഇവരെ തുറന്ന്. നിങ്ങൾ ശിവസേനയ്ക്ക് ഇവിടെ എത്ര അംഗങ്ങൾ? ഞങ്ങൾ 10-35 പേരുണ്ട് ഈ കോളനിക്കകത്ത്. കോളനിയിലുള്ളവരില്ല, കോളനിയിലുള്ള 1-2 പേരേ ഉള്ളൂ. 1-2 പേര് പുറമേയുള്ള ആളുകളാണ്? എല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. ഹരിജനങ്ങളാണ്. ഇത് ഹരിജനങ്ങളുണ്ട്, മറ്റുള്ള സമുദായക്കാരും ഉണ്ട്. ഈ DHRന്റെ വർക്കിനെ പറ്റി അറിയാമോ? DHR എന്ന് പറഞ്ഞ സംഘടന പ്രവർത്തിക്കുന്നതായിട്ട് അതിനെപ്പറ്റിയുള്ള റൂൾ അറിയില്ല. രീതികളെ പറ്റി ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ മറ്റേ ഈ വീട്ടിലാട്ടിലെ തൊട്ടടുത്ത വീട്ടിൽ മറ്റേ രവി, ഗോപി, ഗോപാലൻ, ശശി. അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ശിവസേനയ്ക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ? അവർ നേരത്തെ എൻ്റെ യൂണിറ്റിലുണ്ടായിരുന്നു. നേരത്തെ ശിവസേനയിൽ അവർ പേര് തന്നവരായിരുന്നു. അവരോട് അവരുടെ പോക്ക് ശരിയല്ലാന്ന് കണ്ടുകൊണ്ട് അവരെ മാറ്റി. അവരുടെ പ്രവൃത്തികൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ പോലീസിനെ അടിയും പിടിയും ഇതൊക്കെ തന്നെയായിരുന്നു. എന്നെ കൊണ്ട് പോലീസിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാനും പോലീസ് മറ്റൊന്നുമില്ല. അവരിപ്പോഴും ഇവിടെ ചായ പിടിക്കാൻ ഇപ്പോഴും യാതൊരു വിരോധമില്ല. നമ്മളെ അങ്ങനെ ഇപ്പോഴും ഈ ഭീഷണി ഉണ്ടായെന്നല്ലാതെ മറ്റ് ഒരു പ്രാവശ്യം എനിക്ക് ഭീഷണി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മാത്രമാണ് എനിക്ക് ഈ ഭീഷണി അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇല്ല, എനിക്ക് ആ 2 പേരെ മാത്രം പോലീസ് ഇവിടെ കൊണ്ടുവന്ന് പറയുമ്പോഴും എനിക്ക് ഒരു ഇത് ഇല്ലായിരുന്നു. എന്നെ കൊല്ലാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. അങ്ങനെ അപ്പോൾ അവരേറ്റതാണ്. അവരോട് പറഞ്ഞാണ് എന്നെ വധിക്കാൻ വന്നിട്ട് പറ്റാത്തതിൻ്റെ പേരിൽ ആ പോയ പോക്കിനാണ് ചന്തമുക്കി ചെന്ന കാലത്തെ ഓടാൻ നിന്ന ഒരാളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഇവിടെ ആ പോലീസുകാരെ എന്നെ കൊണ്ട് കാണിച്ചതിന് ശേഷമാണ് ഇവരെ വ്യക്തമായി ഞാൻ കാണുന്നത്. പോലീസ് കാണിച്ചതിന് ശേഷമാണ് ഞാൻ ആളിനെ മനസ്സിലാക്കുന്നവരാണ്. ഇവർ 3, ഇവർ 2 ഇവിടെ കടയിൽ വന്ന് ചായ ഉണ്ടാന്ന് ചോദിച്ചു. ഞാൻ എവിടെ പോയാലും എൻ്റെ ബാഗ് പോലീസുകാർ പറഞ്ഞു തന്നപ്പോഴല്ലേ എനിക്കറിയില്ലല്ലോ എങ്ങനെ എൻ്റെ പിന്നിൽ ശത്രു ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. പരാതി കൊടുക്കാൻ ഈ പോലീസിനോടുള്ള സംരക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കൊടുക്കാത്തത്.